ചൂടാകാതെ. ഞാൻ ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ പിന്നെ വാ. കേശുട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് മിന്നി. ഇവളെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോവും. നല്ലപോലെ നോക്കിക്കൊള്ളണം. വൈകുന്നേരം ഞാൻ വന്ന് കൊണ്ടുവച്ചോളാം. ഇവിടെ വേറെ ആരെങ്കിലും? ഇല്ല, വൈകിട്ട് 6 മണിക്ക് ഒരു കൂട്ടർ വരും. 5 മണിക്ക് ഞാനിവിടെ എത്തും. ഡാഡിയോട് വിവരം പറയരുത്. ഇല്ല. ഏതാ മുറി? മുകളിലത്തെ മുറി തുറന്നിട്ടിരിക്കുക. എനിക്കെന്നെ കുറിച്ചല്ല വിഷമം, എന്റെ ഡാഡി. കരയാതെടി, നിന്റെ ഡാഡിക്കൊന്നും സംഭവിക്കില്ല. ഇന്ന് വൈകുന്നേരം 5 മണി വരെ നീ ഇവിടെ നിൽക്കണം. ഒന്നും പേടിക്കണ്ട. ഹിയർ യു ആർ സേഫ്. നമ്മൾ പോട്ടെ. ആരെങ്കിലും ഒരാള് എന്റെ കൂടെ നിൽക്ക്. അത് ശരിയാവില്ലടി. ഇപ്പൊ നിന്ന് മാത്രമാണ് പോലീസിന് സംശയം. ഒരാളെ കൂടി കാണാതായാൽ അയാളെ സംശയിച്ചാലോ? ആകെ കുഴപ്പമാവും. നീ ഒന്നും പേടിക്കണ്ടടി, വിഷമിക്കാതെടി. പറഞ്ഞില്ലേ, ആരെങ്കിലും ഒരാള്. രമ മതി. കൂടുതൽ ആളുകൾ കുഴപ്പാ. 5 മണിക്ക് ഇവിടെ എത്തണം. ഞാൻ വരാം. പോട്ടടി മോളെ. വരട്ടെ. വരട്ടെ. എന്താ ഉണ്ടായി? വാ, ഇവിടെ ഇരിക്കൂ. എന്താ ഇത്? കരയരുത്. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാമല്ലോ. ഞാനില്ലേ, ധൈര്യമായിട്ടിരിക്കേ. ഇനി പറ, എന്താ കാര്യം? അറിഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചു അറിഞ്ഞിട്ടാ വന്നേന്ന്. അതൊന്നും സാരമില്ല. സാരമില്ലെന്നോ? എന്നെ തിരക്കി പോലീസ്? അത് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടല്ലേ ഓടി വന്നത്. ഈ പോലീസും ഇതുമൊക്കെ എന്താ കാരണം? പിന്നെ അറിഞ്ഞെന്ന് പറഞ്ഞതോ? അറിഞ്ഞു, എന്നാലും അതിന് ഡീറ്റെയിൽസ് കിട്ടണമല്ലോ. ആ ബാങ്ക് റോബറിയുടെ കാര്യത്തിന്? അത് നിന്റെ ഡാഡിയാണല്ലേ? അല്ല,
എന്നെയാണ് പോലീസിന് സംശയം. വെറും സംശയമല്ലല്ലോ. എന്താ ഇത്? സത്യം എന്താ? എന്നെയും എന്റെ കൂട്ടുകാരെയും ഒക്കെ പോലീസിന് സംശയമാണ്. ആരാ എടുത്തത്? എങ്ങനെയാ സംഭവിച്ചത്? പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. സുനിൽ, പറയൂ. ഞങ്ങൾ 4 പേരും കൂടിയാണ് അത് ചെയ്തത്. ഞാനും പിന്നെ പ്രിയ, രമ, റാണി. ഞങ്ങൾ 4 പേരും വലിയ കൂട്ടുകാരായിരുന്നു. ക്രൈം ത്രില്ലർ, ചേസ്, അഗത ക്രിസ്റ്റി, കോണൻ ടോയ് എല്ലാം ഞങ്ങൾക്ക് ഭ്രാന്തായിരുന്നു. ഞങ്ങൾ ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി ഡിക്റ്റൻസ് ഫോ എന്നൊരു ക്ലബ്ബ് തന്നെ ഉണ്ടാക്കി. ഓരോരുത്തരും ഓരോ പുസ്തകം വാങ്ങും, അത് മാറി മാറി വായിക്കും. വീഡിയോയിൽ ധാരാളം ക്രൈം ത്രില്ലേഴ്സ് കാണും. പോലീസ് പിടിക്കാതെ ഒരു കുറ്റം ചെയ്യണമെന്ന് തോന്നി, വെറുതെ ത്രില്ലിന് വേണ്ടി. അപ്പോഴാണ് യൂത്ത് ഫെസ്റ്റിവലിന് പ്രോഗ്രാം തരപ്പെട്ടത്. ഫോറിനിൽ പോകുമ്പോ കുറെ പണം വേണമല്ലോ. വീട്ടിൽ നിന്ന് കുറച്ചല്ലേ കിട്ടൂ. അതുപോരാ, നമുക്കൊരു വലിയ എമൗണ്ട് ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാ ഹ്യൂജ് എമൗണ്ട്. എത്ര വേണമെങ്കിലും നമുക്കുണ്ടാക്കാം. ഇതിനെ സഹായിക്കുമെങ്കിൽ ഞാൻ എങ്ങനെ സഹായിക്കാനാ? പറയാ മതി മോളെ. 4 പെൺകുട്ടികൾ ബാങ്ക് കൊള്ളയടിക്കുന്ന ഒരു ഇംഗ്ലീഷ് പടം. അതിലുണ്ടൊരു ബാങ്ക് മാനേജറുടെ മോള് എന്നെ പോലെ. അവൾക്കൊരു കാമുകനും. അയാൾ നിങ്ങളെപ്പോലെ നല്ലവനല്ല, വില്ലനാണ്. ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കി. ആ മൂവിയുടെ കാസറ്റ് വീണ്ടും വീണ്ടും കണ്ടു. കണ്ടോ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കാൻ അവർ കീ എടുക്കുന്നത് ഗ്ലൗസ് ഉപയോഗിച്ചാണ്. എങ്കിൽ ഗ്ലൗസ്. പെൺകുട്ടികൾ ആൺകുട്ടികളുടെ വേഷം ധരിച്ചിട്ടായിരുന്നു ബാങ്ക് കൊള്ള. അവരൊരു ഹോട്ടലിൽ മുറിയെടുത്ത് അവിടെ ഇരുന്നായിരുന്നു കാര്യങ്ങൾ ആലോചിച്ചത്. ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു. ബാങ്ക് കൊള്ളയടിച്ചിട്ട് ഞങ്ങൾ ലോഡ്ജിൽ ഒത്തുകൂടി. എല്ലാവരും വസ്ത്രം ഒരുങ്ങി ഒരിടത്തിട്ടു. ലബോറട്ടറിയിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത ആസിഡ് ഒഴിച്ചത് നശിപ്പിച്ചു. നിങ്ങൾ 4 പേരാണല്ലേ? പിന്നെ 5 പോലീസ് വരുന്നു? അത് അവർക്ക് തെറ്റിയതാ. വീഡിയോയിൽ ഒന്നും ക്ലിയർ അല്ലല്ലോ. വല മുഴുവൻ മുറ്റോ കണ്ടു കാണും. നിന്നെ പേടിക്കണ്ട, നിന്നെ ഞാൻ രക്ഷിക്കാം. വെള്ളം വേണം? ദാഹിക്കുന്നു. ഞാൻ കൊടുത്തരാം. നിന്നെടുത്ത പണം ആരുടെ കയ്യിലാ? நல்ல செலக்ஷன். மது, நீ 8 மணிக்கு வராம வருது? சரியான நேரத்துல தான் வந்திருக்கேன். யார எங்க அனுப்பணும்னு அந்த கடவுளுக்கு தெரியும். நாம ஏற்கனவே மீட் பண்ணி இருக்கோம். இவன் தான் இன்ட்ரோடியூஸ் பண்ணா. ஐயோ பாவம், ஏன் பயப்படுற? பொம்பளைங்க கிட்ட அன்பா பழகுறதுல அவனை விட நான் ரொம்ப பெட்டர். ஒரு வாட்டி ட்ரை பண்ணுவோமா? நீ வா, ஒரு காரியம்